APJ ABDUL KALAM സാങ്കേതിക ശാസ്ത്ര സർവകലാശാല നടത്തുന്ന ഒരാഴ്ച നീണ്ടുനിന്ന സ്റ്റുഡന്റ് ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ സമാപന സമ്മേളനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാർത്ഥികൾക്ക് അവർ തിരഞ്ഞെടുത്ത പഠന മേഖലയെ പറ്റിയുള്ള കൃത്യമായ അവബോധവും ദിശാബോധവും നൽകുക, കോഴ്സുകളുടെ ഭാവി സാധ്യതകളെ പറ്റി ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെട്ട ഇൻഡക്ഷൻ പ്രോഗ്രാം 143 എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഒന്നാം വർഷ ബിടെക് വിദ്യാർത്ഥികൾക്ക് പ്രചോദനവും മാർഗദർശിയുമായിരുന്ന നിസ്സംശയം നമുക്ക് പറയാം. ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ഇൻഡക്ഷൻ പരിപാടിയുടെ സമാപനം നടക്കുന്നത് എഞ്ചിനീയറിംഗിൽ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ M വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ എഞ്ചിനീയേഴ്സ് ഡേ ആയി ആചരിക്കുന്ന സെപ്റ്റംബർ 15 ആണെന്നുള്ളത് യാദൃശ്ചിയമാണെങ്കിലും ഇത് നല്ലൊരു തുടക്കമായി കരുതാം. ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികൾ, യൂണിവേഴ്സിറ്റി ഓഫീസർമാർ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഈ ചടങ്ങ് ഓൺലൈനായി വീക്ഷിക്കുന്ന 142 എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, അനധ്യാപകർ, സർവകലാശാല ജീവനക്കാർ എന്നിവർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുമതിയോടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കാനായി സിൻഡിക്കേറ്റ് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് കൺവീനറുമായ ഡോക്ടർ വിനോദ് കുമാർ ജേക്കബ് സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Respected Honorable President of the Day, Dr. Saji Gobinath, Vice Chancellor APJ ABDUL KALAM Technological University, Chief Guest of the Day, Dr. R. Bindu, Honorable Minister for Higher Education and Social Justice, other dignitaries on the dais, Professor P.O.J. Lebba, Members Syndicate, Dr. Venugopal, Members Syndicate, Dr. A. Praveen, Registrar of KTU, Dr. Xavier, Principal of CET, Dr. Shalij, Dean, Academics, Dr. Anandalakshmi, Controller of Examination, KTU, respected principals, faculty members, my dear students, a warm good afternoon to one and all. 4 years, 40 plus subjects, 400 experiments, 4,000 assignments, 40,000 hours of work. A normal human being can't do it. Only the superheroes, the BTech students can do it. Happy Engineers Day. As our PRO pointed out, Anisha pointed out, today happened to be the Engineers Day, September 15th. To mark the birthday of one of the world-renowned engineer, Visheshwaraya, and to honor the engineers for their social contribution. Happy Engineers Day to one and all. KTUവിന്റെ APJ ABDUL KALAM ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 9ാമത് ബിടെക് ബിആർക്ക് ബിഡസ് സ്റ്റുഡൻസിന്റെ ഇൻഡക്ഷൻ പ്രോഗ്രാമാണ്, അതിന്റെ സമാപനമാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ സെപ്റ്റംബർ 7th നിങ്ങൾ ക്യാമ്പസിൽ വന്നു, ക്യാമ്പസ് പരിചയപ്പെട്ടു. സെപ്റ്റംബർ 8th ഇതിന്റെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഇനോഗ്രേഷൻ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. തുടർന്ന് ഇന്ന് 15th വരെ ഏതാണ്ട് 6 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായിട്ടുള്ള സെഷൻസ്, അതിൽ 7 സെഷൻസ് യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. ശരിക്കും ഈ ഓറിയന്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, വാട്ട്സ് എ ഗോൾ ഓഫ് ഓറിയന്റേഷൻ? സോ ദാറ്റ് ഈസ് ടു ബ്രിഡ്ജ് എ സ്റ്റുഡന്റ് or to adapt the student from his home and school environment to a professional college. വളരെ വേഗതയിൽ ഒരു പ്രൊഫഷണൽ കോളേജിലേക്ക് അതുമായി ലയിച്ചു ചേരാൻ വേണ്ടിയിട്ടാണ് ഈ ഓറിയന്റേഷൻ. ഇത് 6 ദിവസമോ 7 ദിവസമോ നീണ്ടു നിൽക്കുന്ന ഒരു ഓറിയന്റേഷനായി പോരാ, ശരിക്കും 3 ആഴ്ചയെങ്കിലും വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ നിങ്ങൾക്കറിയുന്ന പോലെ ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്. നമ്മൾ ഈ കോഴ്സ് ആരംഭിക്കേണ്ടത് ഓഗസ്റ്റ് 1-ാം തീയതിയാണ്. പോസ്റ്റ് കോവിഡിന് ശേഷം നമ്മൾ ആ നോർമലിലേക്ക് ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷം കുറേയും കൂടെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഇത്തവണ നമുക്ക് സെപ്റ്റംബർ 7 ആരംഭിക്കാൻ കഴിഞ്ഞു. നെക്സ്റ്റ് ഇയർ മുതൽ
ഓഗസ്റ്റ് 1 തന്നെ ബിടെക് പ്രോഗ്രാം ആരംഭിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന, അതും ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാം ആകണമെന്നാണ് ആഗ്രഹം. ഒരു പരിമിതികൾ ഉണ്ടെങ്കിൽ കൂടെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 9 മണി വരെ നീണ്ടു നിൽക്കുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാം. അതില് കായിക, കല, വിജ്ഞാന, വിനോദങ്ങൾ അടങ്ങിയ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിരിക്കണം എന്നാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ 3 ആഴ്ച കൊണ്ട് കോളേജിന് നന്നായി പരിചയപ്പെടും. 20 സ്റ്റുഡൻസിന് ഒരു മെന്റർ ഉണ്ടാവും, ഫാക്കൽറ്റി. 5 സ്റ്റുഡൻസിന് ഒരു സീനിയർ ബഡ്ഡി ഉണ്ടാകണമെന്നാണ്. ഒരു സീനിയർ 5 സ്റ്റുഡൻസിന് ഉണ്ടാകും. അപ്പൊ സീനിയേഴ്സ് ആയിട്ടും ഈ കാലഘട്ടം കൊണ്ട്, ഈ സമയം കൊണ്ട് നല്ല ഇന്ററാക്ഷൻ നിങ്ങൾക്കുണ്ടാവും. റാഗിങ് എന്ന് വിളിക്കുന്ന സോഷ്യൽ ഈവിൾ വളരെ നാച്ചുറലായി നമുക്ക് തുടച്ചു നീക്കാൻ കഴിയും. ഇതൊക്കെയാണ് ഈ ഓറിയന്റേഷനിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. വിവിധങ്ങളായിട്ടുള്ള സെഷനിലൂടെ ഇന്ത്യയിലെ, ലോകത്തിലെ ഇൻഡസ്ട്രിയൽ സിനാരിയോ സംബന്ധിച്ച്, കേരളത്തിലെ ഇൻഡസ്ട്രിയൽ സിനാരിയോ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് നിങ്ങളുടെ അടുത്ത് വരികയും നിങ്ങളോട് സംസാരിക്കുകയും സംവദിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. കേരളം ഇന്ന് എവിടെയാണ് ഇൻഡസ്ട്രി രംഗത്ത്, നാളെ എഞ്ചിനീയേഴ്സിന്റെയും മറ്റ് പ്രൊഫഷണൽസിന്റെയും എല്ലാം സാധ്യത എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി വിവിധങ്ങളായിട്ടുള്ള സെഷനുകളിൽ ഇതിനകം തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ, ഗൂഗിൾ അടക്കമുള്ള വിവിധ ലോക പ്രശസ്ത കമ്പനികളിൽ ഇന്ത്യക്കാരുണ്ട്, മലയാളികളുണ്ട് എന്നെല്ലാം പല സെഷനുകളിലായി നിങ്ങളോട് പറയുകയുണ്ടായി. തീർച്ചയായും ആ തലത്തിലേക്ക് ഉയരേണ്ടവരാണ് നിങ്ങൾ. ആ തലത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ കലാലയത്തിലേക്ക് കാലെടുത്തു വെച്ചിട്ടുള്ളത്. ഇന്നലെ ബഹുമാനപ്പെട്ട ADGP നിങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എക്സലൻസിന് ഒരു നിർവചനം കൊടുക്കുന്നത് ഞാൻ കേട്ടു. 10,000 hours ഓഫ് ഹാർഡ് വർക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹാർഡ് വർക്ക് ഇല്ലാതെ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, അതല്ലാതെ മറ്റൊരു മാർഗവും ഈ കാര്യത്തിൽ അച്ചീവ് ചെയ്യാനില്ല. അതോടൊപ്പം ഈ 4 വർഷം എന്ന് പറയുന്നത് വിനോദപ്രദമാകണം. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. ആ കാലഘട്ടം നന്നായി ആസ്വദിച്ച് തന്നെ നിങ്ങൾ ഈ കോഴ്സ് വളരെ ആസ്വാദകരമായി ഈ കോഴ്സ് നിങ്ങൾ പൂർത്തീകരിച്ച് മികവിന്റെ പടവുകൾ ഓരോന്ന് കയറണം എന്നാണ് എൻ്റെ വിനീതമായ നിങ്ങളോടുള്ള അഭ്യർത്ഥന. നമുക്കറിയാം ഈ കാര്യത്തിൽ തീർച്ചയായും ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഞങ്ങൾ അധ്യാപകരടങ്ങുന്ന സമൂഹത്തിനുണ്ട്. ഒരു പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുള്ളത് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. If an engineer makes a mistake, it may collapse a bridge or a building. ഒരു ഡോക്ടർ ഒരു അബദ്ധം കാണിച്ചാൽ ഒരു രോഗി ചിലപ്പോൾ മരണപ്പെടാം. പക്ഷെ ഒരു അധ്യാപകൻ ഒരു മിസ്റ്റേക്ക് കാണിച്ചാൽ, അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ കാണിച്ചാൽ ഒരു സമൂഹം തന്നെ ഇല്ലാതാകും. അപ്പോൾ അധ്യാപകർക്കും വളരെ വലിയ റോളുണ്ട്. അതോടൊപ്പം നിങ്ങൾ മനസ്സിൽ ചേർത്ത് വെക്കേണ്ടത്, പൊതുവെ നമ്മൾ പറയുന്നതാണ്, നിങ്ങൾക്ക് 1 വർഷത്തേക്കുള്ള അധ്വാന ഫലമാണ് വേണ്ടതെങ്കിൽ വിത്ത് വിതയ്ക്കുക. 10 വർഷമാണെങ്കിൽ മരം നടുക. ഒരു ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യമാണ് വേണ്ടത് എങ്കിൽ വിദ്യാഭ്യാസം നേടുക. നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ ജീവിതകാലം മാത്രമല്ല, നിങ്ങളുടെ വരും തലമുറയെ കൂടെ സുരക്ഷിതമാക്കാനാണ് ഇത്തരം കലാലയങ്ങളിലേക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിലും മറ്റു വിദ്യാഭ്യാസത്തിനുമായി അവരുടെ കഷ്ടപ്പാടിനിടയിൽ നിന്നും നിങ്ങളെ വിടുന്നത് എന്നുള്ള ഒരു ബോധ്യം, ഒരു കടപ്പാട് എന്നും നിങ്ങൾക്ക് വേണം. അതോടൊപ്പം ഈ സമൂഹം, ഈ പൊതുസമൂഹം നിങ്ങൾക്ക് വേണ്ടി എത്ര പണം ചെലവഴിക്കുന്നു എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം. ഈ സമൂഹത്തിന് തിരിച്ചു കൊടുക്കുവാൻ, കേരളത്തിന് വിശേഷിച്ച് നിങ്ങൾ ജീവിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്ന കേരളത്തിന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്യാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നിങ്ങൾ മികവിന്റെ പടവുകൾ ഓരോ ദിവസവും നല്ല വിദ്യാർത്ഥിയായി, നല്ല എഞ്ചിനീയറായി, നല്ല അക്കാഡമീഷ്യനായി, നല്ല റിസർച്ചറായി, നല്ല സംരംഭകയായി വരുന്ന 4 വർഷം കൊണ്ട് അതിവേഗതയിൽ മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലുള്ള കഠിനമായിട്ടുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാം. ദർ ഈസ് എ കോമൺ സേ,
A water in a lake does not have any identity, but if it falls on a leaf, it shines. ഒരു തുള്ളി വെള്ളം അത് സമുദ്രത്തിലോ കായലിലോ കടലിലോ ആണെങ്കിൽ പ്രത്യേകിച്ച് അതിന് ഐഡന്റിറ്റി ഒന്നുമില്ല. പക്ഷേ അതൊരു ഇലയുടെ പുറത്ത് വീണാൽ അത് തിളങ്ങുക തന്നെ ചെയ്യും. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കഴിവ് എന്ന് തിരിച്ചറിയാൻ ഈ ചുരുങ്ങിയ ഓറിയന്റേഷൻ മാത്രമല്ല, തുടർന്നും നിങ്ങൾക്ക് ഓറിയന്റേഷനുകൾ, വിവിധങ്ങളായിട്ടുള്ള ഓറിയന്റേഷൻ, നിങ്ങളുടെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാൻ, നിങ്ങളെ തിരിച്ചറിയാനുള്ള വലിയ ഒരു നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകൾ ഈ 4 വർഷ കാലഘട്ടത്തിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും മികച്ച രംഗത്ത് എവിടെയാണ് നിങ്ങൾക്ക് കഴിയുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ രംഗത്ത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മളുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ ആർ ബിന്ദുവാണ്. ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ പ്രായം 18 വയസ്സിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗമായി തുടങ്ങിയയാളാണ്. അക്കാദമിക രംഗത്ത് പഠനത്തോടൊപ്പം അക്കാദമിക് കൗൺസിൽ അംഗമായി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി MA ഇംഗ്ലീഷ് 3ാം റാങ്കോടുകൂടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ പ്രൊഡക്റ്റാണ്. അതിനുശേഷം ശ്രീ കേരളവർമ്മ കോളേജിൽ അധ്യാപികയായും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റായും വൈസ് പ്രിൻസിപ്പളായും എല്ലാം പ്രവർത്തിച്ച, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ച ടീച്ചറാണ് ഡോക്ടർ ആർ ബിന്ദു. കേരളത്തിലെ ആദ്യത്തെ മേയറായി, വനിതാ മേയറായി തൃശ്ശൂർ കോർപ്പറേഷനിൽ നയിച്ചയാളാണ്. ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, കേരളത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമ്മുടെ ഗവൺമെന്റ് മുമ്പോട്ട് വെക്കുന്നത് തന്നെ നോളജ് എക്കണോമി ത്രൂ നോളജ് എഡ്യൂക്കേഷൻ എന്നാണ്. ഉന്നത വിദ്യാഭ്യാസത്തെ ഏറ്റവും മികവുറ്റതാക്കി ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനായി രാപകലില്ലാതെ അധ്വാനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു ടീച്ചറിന് കേരളത്തിന്റെ ആരാധ്യയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി APJ അബ്ദുൽ കലാം ടെക്നോളജിക്ക് വേണ്ടി ഞാൻ ഈ യോഗത്തിലേക്ക്, വാലഡറ്ററി ഫംഗ്ഷനിലേക്ക് കേരളത്തിലെമ്പാടുമുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ SIPയുടെ വാലഡറ്ററി ഫംഗ്ഷനിലേക്ക് ആദരവോടുകൂടി സ്വാഗതം ചെയ്യട്ടെ. ഡോക്ടർ സജി ഗോപിനാഥ്, അദ്ദേഹം APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. അതേസമയം കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കൂടെയാണ്. അദ്ദേഹം സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO-യാണ്. നിരവധിയായ രംഗങ്ങളിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായി CETയുടെ പ്രോഡക്റ്റാണ് അദ്ദേഹം. അതിനുശേഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് മാനേജ്മെന്റിൽ PhD എടുത്ത് NIT കാലിക്കറ്റിൽ 17 വർഷക്കാലം പ്രൊഫസറായി ജോലി ചെയ്ത അദ്ദേഹം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പൊതുമേഖല മൾട്ടിനാഷണൽ കമ്പനികളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മികച്ച അക്കാഡമീഷ്യനും മികച്ച സംഘാടകനും ലീഡറും എഡ്യൂക്കേഷനും ഇൻഡസ്ട്രിയും എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് നല്ല ബോധ്യവുമുള്ള പ്രിയപ്പെട്ട നമ്മുടെ വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥിനെ ഈ യോഗത്തിലേക്ക് ഏറ്റവും ബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. പ്രൊഫസർ POJ ലെബ്ബ, അദ്ദേഹം TKM എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്നു. പരിണതപ്രജ്ഞനായ കേരളത്തിലെ അധ്യാപകനായിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള ലെബ്ബ സാറ്, ഡോക്ടർ വേണുഗോപാൽ സിൻഡിക്കേറ്റ് അംഗം, അതുപോലെ തന്നെ KTUവിന്റെ രജിസ്ട്രാർ A പ്രവീൺ, അതോടൊപ്പം കൺട്രോളർ അനന്തലക്ഷ്മി, ഡീൻ റിസർച്ച് ഡോക്ടർ ഷാലിജ്, ഈ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ സേവിയർ JS അടക്കം വേദിയിലുള്ള മുഴുവൻ ആളുകളെയും ഞാൻ സ്വാഗതം ചെയ്യട്ടെ. അതോടൊപ്പം ഇതിൽ ഓഫ്ലൈനായും ഓൺലൈനായും പങ്കെടുക്കുന്ന മുഴുവൻ അധ്യാപക സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ഈ യോഗത്തിലേക്ക് ഏറ്റവും ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി സർ. ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു മാമിനും മറ്റൊരു പരിപാടിയിൽ വളരെ അത്യാവശ്യമായി പങ്കെടുക്കേണ്ടതുകൊണ്ട് ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായും വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുവാനുമായും ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു മാമിനെ ആദരം ക്ഷണിക്കുന്നു.
യോഗാധ്യക്ഷൻ ബഹുമാന്യനായ KTU വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ്, സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ ഡോക്ടർ വിനോദ് കുമാർ ജേക്കബ്, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന മറ്റ് ബഹുമാന്യരെ, ഇൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെ സമാപന സമ്മേളനത്തിൽ ഞങ്ങളെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന കൊച്ചുമിടുക്കന്മാരെ, മിടുക്കികളെ, അധ്യാപക സുഹൃത്തുക്കളെ, മറ്റ് പ്രിയമുള്ളവരെ, എഞ്ചിനീയറിംഗ് മേഖലയിലെ വൈദഗ്ധ്യത്തിൻ്റെ പര്യായ പദമായി ഇന്ത്യയുടെ അഭിമാനമായിരുന്ന ഡോക്ടർ വിശ്വേശ്വരയ്യയുടെ അനുസ്മരണാർത്ഥം എഞ്ചിനീയറിംഗ് ദിനത്തിൽ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നാളത്തെ എഞ്ചിനീയർമാരാകേണ്ട എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. നമ്മുടെ കേരളം പ്രത്യാശയോടെ ഉറ്റുനോക്കുന്നത് നിങ്ങളെയാണ് എന്നാണ് ആമുഖം എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു പുതിയ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം. ഒരു പുതിയ വൈജ്ഞാനിക സമൂഹം, എ ന്യൂ നോളജ് സൊസൈറ്റി. അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ, പീപ്പിൾ സെൻട്രിക് നോളജ് സൊസൈറ്റി എന്ന് പറയണം എന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാര വർധനവും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയുടെ വിപുലീകരണവും സാധ്യമാകുന്ന വിധത്തിൽ വിജ്ഞാനത്തെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നാം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അത് കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് കലാലയ മതിൽക്കെട്ടിന് പുറത്തുള്ള സമൂഹത്തിൻ്റെ തീക്ഷ്ണമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവയ്ക്ക് മറുപടി നൽകുന്നതിനുള്ള വൈജ്ഞാനികമായ പിൻബലം, ആശയപരമായിട്ടുള്ള അറിവിലൂടെ ആർജിക്കുന്ന ദിശാബോധം, ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ കടമയാണ്. കാരണം നാളത്തെ ആ വൈജ്ഞാനിക സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ട പതാകവാഹകർ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പടച്ചട്ടയണിഞ്ഞ യുവജനങ്ങളായിരിക്കണം എന്ന് തന്നെയാണ് നാം കാണുന്നത്. അതാരാ? എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിനികൾ തന്നെയാണ്. നമ്മുടെ സമൂഹം നിരവധിയായ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഒരുക്കിയെടുക്കുക എന്നുള്ളത് കൂട്ടായി നടക്കേണ്ട ഒരു പ്രവർത്തനമാണ്. ഇന്നിപ്പോ വൈജ്ഞാനിക വിസ്ഫോടനത്തിന്റെ ഒരു കാലഘട്ടമാണ്. നോളജ് എക്സ്പ്ലോഷനാണ് സംഭവിച്ചിട്ടുള്ളത്. വിവിധ ഡിസിപ്ലിനറി കാറ്റഗറൈസേഷൻസിന്റെ അതിരുകളൊക്കെ തകർക്കുന്ന രീതിയിൽ കൂടി കലർന്നിട്ടുള്ള ഒരന്തരീക്ഷമാണ്. ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തരത്തിലല്ല, പരസ്പരം ആദാനപ്രദാനങ്ങൾ നടക്കുന്ന വിധത്തിലാണ് ഇന്ന് നമ്മുടെ വൈജ്ഞാനിക മേഖലകളുടെ സ്വഭാവം മുന്നോട്ട് പോകുന്നത്. ഓരോ നിമിഷവും നമ്മുടെ വൈജ്ഞാനിക ചക്രവാളങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ 4ാം ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം 1ാം ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ വെള്ളവും ആവിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ മെക്കനൈസ്ഡ് ആക്കി. 2ാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വൈദ്യുതിയുടെ കടന്നുവരവോടുകൂടി വലിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ സാധ്യമാക്കി. 3ാം ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാലത്ത് ഇൻഫർമേഷൻ ടെക്നോളജിയും ഇലക്ട്രോണിക്സും വിപ്ലവാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി സമൂലമായിട്ടുള്ള മാറ്റങ്ങളാണ് 4ാം ഇൻഡസ്ട്രിയൽ റവല്യൂഷനായിട്ടുള്ള ഡിജിറ്റൽ വിപ്ലവത്തിന്റെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മർമ്മപ്രധാന മേഖലകളിലും വെർച്വൽ ജീവിതം എവിടെയാണ്, ആക്ച്വൽ ജീവിതം എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ ടൈമിന്റെയും സ്പേസിന്റെയും ഒക്കെ പരിമിതികളെ മറികടക്കുന്ന രീതിയിൽ കൂടിക്കുഴഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് മനുഷ്യ നിർമ്മിത മസ്തിഷ്കം മനുഷ്യ മസ്തിഷ്കത്തെക്കാൾ കെൽപ്പുള്ളതാണ് എന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
ആപ്പുകളും ഡിവൈസുകളും മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കിന്ന് സാധ്യമല്ല, അല്ലേ? സാധ്യമാണോ? അപ്പൊ ആ രീതിയിൽ വലിയ മാറ്റം, സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം തന്നെ ഡിജിറ്റൽ യുഗത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക് സയൻസിന്റെയും ഒക്കെ മേഖലയിൽ ഉണ്ടായി വരുന്ന ഏറ്റവും നൂതനമായ പുതുചലനങ്ങൾ അപ്പോഴപ്പോ ഒപ്പിയെടുക്കാനുള്ള ഒരു സംവേദനക്ഷമത നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് കഴിയുന്ന വിധത്തിൽ നിങ്ങളെ സജ്ജരാക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെ കടമ. അധ്യാപകർക്ക് നിങ്ങളെ ഇൻസ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ് ചുമതല. അവർ പ്രചോദനം നൽകും അറിവന്വേഷണങ്ങളിലേക്ക്. അല്ലാതെ ഏകപക്ഷീയമായിട്ട് അറിവിന്റെ തുണ്ടുകൾ ഒരു കൊക്കിൽ നിന്ന് മറ്റൊരു കൊക്കിലേക്ക് പക്ഷികളൊക്കെ ഭക്ഷണം പകർന്നു നൽകുന്നത് പോലെ നൽകാനുള്ളതല്ല. സ്വന്തമായിട്ട് അറിവ് അന്വേഷിക്കേണ്ടതുണ്ട്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, സെൽഫ് ലേണിംഗ്, അതാണ് യഥാർത്ഥ അധ്യയനം എന്നുള്ളത് ഇന്ന് ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഞങ്ങള് VC-മാരുടെ ടീം, ഞാൻ ഉൾപ്പെടെ IIT ചെന്നൈ സന്ദർശിക്കുകയുണ്ടായി. നമ്മുടെ സർവകലാശാലകളുടെ VC-മാരും ഞങ്ങൾ മന്ത്രി ഓഫീസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആളുകളും ചേർന്നാണ് പോയത്. ആ സന്ദർഭത്തിൽ അവിടുത്തെ കുട്ടികൾ പറഞ്ഞത് അവരവിടുത്തെ ടിങ്കറിംഗ് സെല്ലിലാണ് ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള പഠനം സാധ്യമാക്കുന്നത് എന്നുള്ളതാണ്. അതായത് സ്വന്തമായി കാര്യങ്ങൾ ചെയ്തു പഠിക്കുകയും പുതിയ മെഷീൻസ് ഡിസൈൻ ചെയ്യുകയും അതിനെ പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന അവരുടെ ആനന്ദം, അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് അവർ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ CET-യിലും മറ്റ് ഇതര എഞ്ചിനീയറിംഗ് കോളേജുകളിലുമൊക്കെ കുട്ടികൾ അവരുടെ സർഗാത്മക പ്രവർത്തനങ്ങൾ സ്വന്തം നിലയിൽ തന്നെ സാക്ഷാത്കരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഈ 2.5 വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സർഗാത്മകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ക്രിയേറ്റീവായ പീരിയഡാണ്, അല്ലേ? യൗവനകാലമാണ്. അപ്പോ ആ സന്ദർഭത്തിൽ യുവ മസ്തിഷ്കങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും നൂതനമായ ആശയങ്ങൾ അടവച്ച് വിരിയിച്ച് അവയ്ക്ക് ചിറകു കൊടുത്തുകൊണ്ട് സ്വച്ഛന്തമായി വൈജ്ഞാനിക ആകാശങ്ങളിലേക്ക് നിങ്ങളെ പറത്തിവിടുക, അതാണ് പുതിയ സമീപന രീതി. നിങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കുന്നതിന് കൂടിയുള്ള പരിശ്രമം ഉണ്ടാകണം. ഓരോരുത്തരുടെ ഉള്ളിലും ഒരു സ്പാർക്ക് ഉണ്ടാവും. എഞ്ചിനീയറിംഗ് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും ഇതിൽ ഭൂരിഭാഗവും, 99%. അല്ലാത്ത 1% നമുക്ക് വിട്ടുകളയാം. ഈ 99% തീർച്ചയായും ഉള്ളിലെ സ്പാർക്ക് കണ്ടെത്തി അതിന് പുറകെ പോകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും വളരെ ധന്യമായ ഒരു കാര്യമായിരിക്കും. അങ്ങനെ നിങ്ങളുടെ നൂതനമായ ആശയങ്ങൾ അടവച്ച് വിരിയിക്കാനാണ് ഇൻക്യുബേഷൻ സെന്ററുകൾ വ്യാപകമായി ഉണ്ടാകണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകളും ആശയങ്ങൾ, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒട്ടേറെ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇൻക്യുബേഷൻ, ഇന്നോവേഷൻ, സ്റ്റാർട്ടപ്പ് എൻവയൺമെന്റ് എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാകണമെന്നാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അക്കാഡമി ഇൻഡസ്ട്രി ഇന്റർഫേസ് ശക്തിപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കാനും അവരുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്താനും അതിന്റെ ഭാഗമായിട്ട് തൊഴിലവസരങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാനുമൊക്കെ വിദ്യാർത്ഥികൾക്ക് വിപുലമായ സാധ്യതകൾ ഇതിനകം നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, അത് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒരുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ആ പ്രക്രിയ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ കുട്ടികളും അത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഞാൻ പ്രയോഗിച്ച ഒരു പദം കുട്ടി എന്നാണ്. കുട്ടികൾ എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം നിങ്ങളൊക്കെ അഡൽട്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്, അല്ലേ? 18 വയസ്സ് കഴിഞ്ഞില്ലേ? അപ്പോ തീർച്ചയായും ആ ഒരു ഉത്തരവാദിത്ത ബോധം, ജാഗ്രതാപൂർണമായിട്ടുള്ള ഇടപെടൽ പഠനരംഗത്തും പാഠ്യേതര രംഗത്തും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ആ നിലയിലുള്ള പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ഇടപെടൽ തന്നെയായിരിക്കും അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. അതുകൊണ്ട്
നിങ്ങളുടെ ക്യൂരിയോസിറ്റി, വിദ്യാർത്ഥികളുടെ ജിജ്ഞാസ എന്നുള്ളതാണ് നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ സ്രോതസ്. അപ്പൊ ജിജ്ഞാസ എപ്പോഴും സജീവമായിട്ട് സചേതനമായിട്ട് നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലോകത്ത് മുഴുവൻ മാറി മാറി വരുന്ന അറിവുകളിലേക്ക് കണ്ണും കാതും തുറന്നിട്ടുകൊണ്ട് അപ്പപ്പോ ടെക്നോളജിയുടെ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ജേണലുകളിലൂടെ, മാഗസീൻസിലൂടെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് കൂടി ആഴത്തിൽ പോകാൻ കഴിയുന്ന വിധത്തിലൊക്കെ നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ പ്രധാനമായിട്ടും ഒരു ജോലി സമ്പാദിക്കുന്നതിൽ അവസാനിപ്പിക്കുന്ന ഒരു നിലയാണ് പൊതുവിൽ കണ്ടുവരുന്നത്. അതിനു പകരം ഗവേഷണാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ ചിലരെങ്കിലും തയ്യാറാകേണ്ടതുണ്ട്. അപ്പോ നമ്മുടെ സൊസൈറ്റി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി നൽകാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയും. നമ്മുടെ സമൂഹത്തിന് ആവശ്യമായ പ്രൊഡക്ട്സ് ആൻഡ് പ്രോസസ്സസ്, ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും ഗവേഷണത്തിലൂടെ വികസിപ്പിച്ച് നൽകാൻ തീർച്ചയായും നമ്മുടെ പഠന പ്രവർത്തനങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. സാമൂഹ്യ ബോധമുള്ള ഒരു പഠന പ്രക്രിയ അത് ആവശ്യപ്പെടുന്നുണ്ട്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ അവരുടെ ക്ലാസ് മുറിക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു പഠനം മാത്രം നടത്തിയാൽ പോരാ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. നിരന്തരം സ്വയം നവീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെ നിർബന്ധിക്കുന്ന ഒരു ലോകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിശാലമായ നിലയിൽ നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങളെ കൊണ്ടുപോകേണ്ടതുണ്ട്. CET-യിലെ ഏതാനും വിദ്യാർത്ഥികൾ എന്നെ വന്ന് കണ്ട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ കലാലയത്തിന്റെ പ്രവർത്തന സമയം രാവിലെ 9 മുതൽ വൈകുന്നേരം 9 വരെ എന്ന നിലയിൽ ക്രമീകരിച്ചത്. കുട്ടികൾ ആവശ്യപ്പെട്ടു, അവർക്ക് ഈ ക്ലാസ് മുറിക്കകത്തെ പഠനത്തിന് പുറത്തേയുള്ള ഈ സർഗാത്മകമായ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ സംഘടിപ്പിക്കുന്നതിന് സമയം കിട്ടണം എന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയത്. അധ്യാപകർക്ക് ആദ്യം അതിനെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നെങ്കിലും കുട്ടികളുടെ ഈ താല്പര്യം മുൻനിർത്തി അവർ അതിന് സമ്മതിക്കുകയാണ് ഉണ്ടായത്. അത് വളരെ ഇഫക്റ്റീവായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. അപ്പൊ തീർച്ചയായും അത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിൽ കൂടി നിങ്ങൾ ഏർപ്പെടുക. നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള പരിഹാര നിർദ്ദേശങ്ങൾക്ക് കെൽപ്പുള്ളവരായി തീരാൻ നിങ്ങൾക്ക് കഴിയട്ടെ. മാലിന്യ സംസ്കരണം, അതുപോലെ മലിനജലത്തിന്റെ ട്രീറ്റ്മെന്റ് ഇത്യാദി ഒരുപാട് കാര്യങ്ങൾ, എല്ലാ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ഇപ്പോഴും പരിഹരിക്കാൻ കഴിയാത്തവയായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാം. അത് നമ്മുടെ തന്നെ കുറച്ച് യുവ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള ഒരു സജഷനാണ്. അത് മാൻഹോൾ എന്ന സിനിമയെ പരാമർശിച്ചുകൊണ്ട് ഡോക്ടർ തോമസ് ഐസക് നടത്തിയ നിയമസഭയിലെ പരാമർശം കേട്ട ഏതാനും ജിജ്ഞാസുക്കളായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് ബാൻഡിക്യൂട്ട് എന്ന് പേരിട്ടുകൊണ്ട് ഒരു റോബോട്ടിനെ നിർമ്മിച്ച് ആ പ്രശ്നത്തിന് വലിയ ഒരു പരിഹാരം ഉണ്ടാക്കിയത്. മാൻഹോളിൽ ഇറങ്ങി അത് വൃത്തിയാക്കുമ്പോൾ ദുഷിച്ച വാതകങ്ങൾ ശ്വസിച്ച് ശ്വാസം മുട്ടി പിടഞ്ഞു മരിക്കേണ്ട ദൈന്യ ജീവിതങ്ങളെ കുറിച്ചാണ് വിധു വിൻസെന്റിന്റെ ആ ഡോക്യുമെന്ററി പരാമർശിക്കുന്നത്. അപ്പോ ആ ഒരു പ്രശ്നം മനുഷ്യർ ഈ മാൻഹോളിൽ ഇറങ്ങി അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രയാസം അത് പരിഹരിക്കാവുന്ന രീതിയിലാണ് ഈ ബാൻഡിക്യൂട്ട് റോബോട്ടിനെ വിഭാവനം ചെയ്ത് ഇറക്കിയത്. ഇപ്പൊ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ നിന്നൊക്കെ വലിയ ഡിമാൻഡുള്ള ഒന്നായിട്ട് ആ റോബോട്ട് മാറിയിരിക്കുകയാണ്. ആ കമ്പനിയുടെ ടേൺ ഓവർ എല്ലാം വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന് അഭിമാനമായിട്ട് ആ യുവ സംരംഭകരുടെ പ്രവർത്തനം മാറി എന്നുള്ളതാണ്. നല്ല കാര്യല്ലേ? അപ്പൊ അത് സൊസൈറ്റി നേരിടുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. ഇങ്ങനെ ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്, എല്ലാത്തിലേക്കും ഞാൻ പോകുന്നില്ല. നമ്മുടെ ഗോകാർട്ട് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത കുട്ടികൾ ഏഷ്യാടിസ്ഥാനത്തിൽ 1ാം സ്ഥാനം എല്ലാം കരസ്ഥമാക്കി തിരിച്ചു വരുമ്പോൾ വലിയ ആഹ്ലാദവും അഭിമാനവുമാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നത്. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും വേഗതയിൽ ഓടുന്ന ഇലക്ട്രിക് വെഹിക്കിളിന്റെ ബോഡി സൃഷ്ടിക്കുക, ആ വെഹിക്കിളിന്റെ വേഗതയ്ക്ക് ഏറ്റവും മികച്ച പുരസ്കാരം ലഭിക്കുക, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ
വിദ്യാർത്ഥികൾ കലാലയങ്ങളിൽ ഈ സന്ദർഭത്തിൽ ഏറ്റെടുക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായും നമ്മുടെ വ്യക്തിത്വത്തിന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാടിനും ഒക്കെ ഏറെ ഫലപ്രദമാകുന്നുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും പറയുന്നത് ലോകോത്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കണമെന്നാണ്. ആ നിലയിലുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ സർക്കാരും സ്ഥാപനങ്ങളുടെ രക്ഷാകർതൃ സംഘടനകൾ ഉൾപ്പെടെ അഭ്യുദയകാംക്ഷികളും ചേർന്ന് ഈ സന്ദർഭത്തിൽ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഏറ്റവും മികച്ച സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറികളും ഏറ്റവും നവീകരിക്കപ്പെട്ട ലൈബ്രറികളും ഒക്കെ നിങ്ങൾക്കായി തയ്യാർ ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് 1000 കോടി രൂപയിൽ പരം തുക ബജറ്റിൽ വിന്യസിച്ചുകൊണ്ട് നല്ല നിലയിലുള്ള ഒരു സമീപനം ഈ മേഖലയിൽ കൈക്കൊണ്ടുവരുന്നത്. അപ്പൊ ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ അതിൽ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് വലിയ പരിഗണന ഈ സന്ദർഭത്തിൽ നൽകുന്നുണ്ട്. കാരണം സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിന് ലോകം സാക്ഷ്യം വഹിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ നാടിന്റെ പ്രശ്നങ്ങളിലേക്ക് കൂടി കാതുകൊടുത്തുകൊണ്ട് ഈ നാടിന്റെ പ്രയാണത്തിനൊപ്പം ഉണ്ടാകണം എന്നാണ് കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ നാടിന് ആവശ്യമാണ് നിങ്ങളെ ഏവരെയും, നിങ്ങളുടെ സർഗശേഷിയെ, നിങ്ങളുടെ പ്രതിഭയെ, നിങ്ങളുടെ ദിഷണാപരമായിട്ടുള്ള കഴിവുകളെ ഒക്കെ ഈ നാടിനും കൂടി ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് സസന്തോഷം നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ നൂതനമായ ആശയങ്ങൾക്ക് ഈ വെറുതെ തൊഴിലന്വേഷിച്ച് നടക്കുന്ന യുവാക്കൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് കണ്ടുകൊണ്ട് തന്നെ തൊഴിലന്വേഷകർ എന്നുള്ള നിലയിൽ നിന്ന് തൊഴിൽദായകരായും തൊഴിൽ സൃഷ്ടാക്കളായിട്ടും അവരെ മാറ്റാൻ കഴിയുന്ന വിധത്തിൽ സംരംഭകത്വ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഇന്ന് വലിയ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു കാര്യമാണ്. സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സംരംഭകത്വ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. KDISCന്റെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നിങ്ങളൊരു നൂതന ആശയം മുന്നോട്ട് വെച്ചാൽ 5 ലക്ഷം രൂപ വരെ അത് സാക്ഷാത്കരിക്കുന്നതിനായി ധനസഹായം ലഭ്യമാകുമെന്നുള്ളതാണ്. അതറിയോ നിങ്ങൾക്ക്? ആരെങ്കിലും പറഞ്ഞോ? ഇവിടെ പറഞ്ഞോ? ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും അത് പറഞ്ഞോ? അപ്പോൾ പുതിയ ഇന്നോവേറ്റീവായ ഐഡിയ മുന്നോട്ട് വെക്കുന്ന യുവ സുഹൃത്തുക്കൾക്ക് 5 ലക്ഷം രൂപ വരെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ധനസഹായം ലഭിക്കും. യൂത്ത് വിത്ത് ഡിസബിലിറ്റീസിന്റെ ഒരു കമ്പോണന്റ് കൂടി ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ട്. വേണ്ട മെന്ററിംഗ് ഉൾപ്പെടെ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ലഭിക്കും എന്നുള്ളതാണ്. അത്തരം സാധ്യതകളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ കാലഘട്ടം നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയാനുള്ളത്, നമ്മുടെ ലഹരിയുടെ ഉപഭോഗം വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിലെ മാത്രം കാര്യമല്ല, പൊതുവിൽ ലോകമെമ്പാടും ആഗോളതലത്തിൽ വിരിക്കപ്പെട്ട ഒരു വലയാണ് ലഹരി മാഫിയയുടെ വല. താരതമ്യേന കേരളം അതിനെ പ്രതിരോധിക്കാനുള്ള കൂട്ടായ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും ആ ആഗോളതലത്തിൽ വിരിക്കപ്പെട്ട വല നമ്മുടെ നാട്ടിലും കടന്നു വന്നിട്ടുണ്ട്, അരിച്ചരിച്ച് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് യുവജനങ്ങളോട് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇതിനകം തന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ട് ചിലരെങ്കിലും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് ബദലായി വെക്കേണ്ടുന്ന മുദ്രാവാക്യം അക്ഷരമാണ് ലഹരി, അറിവാണ് ലഹരി, വായനയാണ് ലഹരി എന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യും. അതുപോലെ ഈ മാരകമായ സാമൂഹ്യ തിന്മയ്ക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടങ്ങളും കൂടി നിങ്ങൾ കാഴ്ചവെക്കേണ്ടതുണ്ട്. പൊതുസമൂഹത്തിന് ഈ മാരക വിപത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അവബോധമുള്ളവരാക്കി തീർക്കാനും നമുക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. മാതൃകാപരമായ സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഇതപര്യന്തം ഉണ്ടായിട്ടുള്ളത്, എക്കാലത്തും ഉണ്ടായിട്ടുള്ളത്. നിങ്ങളും അത്തരത്തിൽ സാമൂഹ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഉത്കണ്ഠയുള്ളവരായും സാമൂഹ്യ വിപത്തുകളെ പ്രതിരോധിക്കുന്ന പോരാളികളായും ഇവിടെ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനിയും
നിരവധി വേദികളിൽ കണ്ടുമുട്ടാം. കുറേയേറെ ദിവസങ്ങൾ 8-ാം തീയതി ആരംഭിച്ച് കുറേയേറെ ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ സജീവമായി പങ്കെടുക്കുകയും പുതിയ ഒരു ജീവിതത്തിലേക്ക് എന്ന് തന്നെ ഞാൻ പറയട്ടെ, കാലൂന്നുന്ന സന്ദർഭത്തിൽ ഏറെ ശുഭപ്രതീക്ഷകളോടെ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ വൈബ് ഒപ്പിയെടുക്കാൻ സാഗൂതം എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ മിടുക്കികൾക്കും മിടുക്കന്മാർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹാഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. തീർന്നില്ല, ഒരു കാര്യം കൂടി പറയാനുണ്ട്. നാളത്തെ ആകാശത്തിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളായി നിങ്ങൾ ഓരോരുത്തരും മാറും, ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ അപ്പോഴും നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ദയനീയരായ മനുഷ്യർക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാനുള്ള വിശാലമായ മാനവികത കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. താങ്ക് യു മാം. വിശിഷ്ടാതിഥിക്കുള്ള ഉപഹാര സമർപ്പണത്തിനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ സജി ഗോപിനാഥ് സാറിനെ ക്ഷണിക്കുന്നു. അധ്യക്ഷ പ്രസംഗമാണ് ഇനി. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. Good afternoon. Most respected Chief Guest of today, Honorable Minister for Higher Education and Social Justice, Dr. Bindu. Respected members of Syndicate of APJ ABDUL Kalam Technological University, Dr. Vinod Kumar Jacob, Dr. POJ Lebba, Dr. G. Venugopal, members of the university statutory bodies, Dr. A. Praveen, Registrar, Dr. Anand Rashmi, Controller of Examination, Dr. Vinu Thomas, Dean Academics, Dr. Shailich PR, Dean Research, other dignitaries, faculty, the Professor Xavier J.S., Principal College of Engineering, Trivandrum, other faculty members, staff members, the students of the new batch attending both physically and online. At the outset, let me also wish all of you a great Engineers Day. And as we are coming to a conclusion of valedictory function of the student induction program, it's also a time where we are starting our engineering education. And as people said earlier, it is quite fortunate that your engineering education is starting on the birth anniversary of Sri Vishwesvaraya. 1861 ജനിച്ച ശ്രീ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ എന്ന് പറയുന്ന ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ സിവിൽ എഞ്ചിനീയറിനെ ഓർക്കുന്ന ഈ അവസരത്തിൽ തന്നെ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് പഠനത്തിന്റെ ഒരു ഫോർമൽ പഠനം തുടങ്ങുന്നു എന്നുള്ളത് വളരെ വളരെ ഒരുപക്ഷെ it's actually a very lucky thing that you are starting on this particular day. ഞാനൊരു വളരെ ദീർഘമായ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല, കാരണം ആദ്യത്തെ ദിവസം we have already interacted and I don't want to make a long speech. Sure that last 1 week, whatever sessions you had, the interactions you had with a lot of dignitaries, both at your college as well as from the university, must have given you interesting insights, interesting directions, guidance, not just to become great professionals and engineers, which obviously you have to be, പക്ഷെ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട
ബിന്ദു ടീച്ചർ പറഞ്ഞതുപോലെ നല്ല വ്യക്തികളാകാനും നല്ല സമൂഹത്തിന് ഉപകാരപ്രദമാവുന്ന പ്രൊഫഷണലുകളാവാനും കൂടിയുള്ള ദർശനങ്ങൾ ആ ഇൻഡക്ഷൻ പ്രോഗ്രാം നൽകി എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് നിങ്ങളോട് 3 കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഒന്ന്, ഇന്നത്തെ ലോകത്തില് നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പാസ്സാവുമ്പോഴേക്കും അതിനേക്കാളും എത്രയോ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബിന്ദു ടീച്ചർ പറയുണ്ടായി, 4ാം വ്യവസായ വിപ്ലവത്തിന്റെ കാലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അടുത്ത 4 കൊല്ലം ചെലവാക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് we need to develop the skill of learn to learn. More than studying, writing an exam and passing, we need to actually start learning how to learn. That's the first thing. The second thing is, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കോമൺ റിസോഴ്സ്, എല്ലാവർക്കും ഒരുപോലെ തന്നിട്ടുള്ള റിസോഴ്സ് ആണ് ടൈം എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരേ സമയമാണ് കിട്ടാൻ പോകുന്നത്. ആ സമയത്തിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും എന്നതാണ് നമ്മൾ അടുത്തതായിട്ട് ആലോചിക്കേണ്ടത്. People who use that time well will actually able to do more things than the others. And our previous speakers have given you a lot of insights on the type of things which you can do. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ തിളങ്ങുന്ന നക്ഷത്രങ്ങളാവാൻ, സ്റ്റാർസ് ആവാൻ, പുതിയ പുതിയ സൊല്യൂഷൻസ് കണ്ടുവരാൻ എല്ലാമുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം നിങ്ങൾ ഏറ്റവും ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാം. മൂന്നാമത്, ഇറ്റ്സ് ജനറലി സെഡ് ദാറ്റ് if you are doing what you like, it is freedom. And if you like what you do, it's happiness. And I believe that next 4 years, you should be very happy as you are in your induction program. I was very excited when I saw some of you doing very nice singing and other events, which means you are already excited about it. Please maintain that excitement for the next 4 years and in your career as such. Let me wish all of you a great time in the colleges which you are going to do to develop your multiple skills. And from the university side, from the colleges side, from the environment side, from the society side, we will ensure that all the support will be given to you to make your dreams realize. Wish you all the very best. Thank you. Thank you, sir. അടുത്തതായി ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുവാനായി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ജി വേണുഗോപാൽ സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ഹോണറബിൾ വൈസ് ചാൻസലർ സജി ഗോപിനാഥ് സർ, കേരളത്തിൻ്റെ ബഹുമാന്യ പ്രിയങ്കരിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു, ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് അംഗങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സ്, ഓൺലൈനിലും ഫിസിക്കലായിട്ടുമുള്ള അധ്യാപകർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി എഞ്ചിനീയേഴ്സ് ഡേ ഫോർ ഓൾ. ഈ ഒരു ദിവസത്തിൽ തന്നെ ഇതിനൊരു സമാപന സമ്മേളനം ഉണ്ടായത് തികച്ചും ഉത്തമമായൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത്രയും ഒരാഴ്ച നീണ്ടു നിന്ന ഒരു സ്റ്റുഡൻസ് ഇൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെ തിരശീല വീഴുന്ന ഒരു ദിവസമാണ്. ഇതിൽ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് നിങ്ങളെ കൊണ്ടുവരുമ്പോൾ സ്മൂത്തായിട്ടൊന്ന് ലാൻഡ് ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തോടാണ് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. പല തലത്തിൽപ്പെട്ട അറിവുകൾ അതിലേക്ക് നിങ്ങൾക്ക് സാധ്യത തുറന്നു തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അത് കൂടുതലും ഞാൻ മനസ്സിലാക്കുന്നത് ലൈഫ് സ്കില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചർച്ച ചെയ്തിരുന്നത്. ഒരു പക്ഷേ അടുത്ത കൊല്ലത്തിൽ നമുക്ക് കുറച്ച് ബ്രിഡ്ജിങ് കൂടെ ഈ ഒരു അവസരത്തിൽ ചെയ്യാൻ സാധിച്ചാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ നിങ്ങൾ ചെന്ന് എത്തിപ്പെടാൻ പോകുന്നത് ഇതുവരെ പരിചിതമല്ലാത്തൊരു പരിതസ്ഥിതിയിലേക്കായിരിക്കും. അതായത് പഠനത്തിൻ്റെതായ ഒരുപാട് പരിശ്രമങ്ങൾ വേണ്ട ഒരു സ്ഥലത്തേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരാൻ സാധിക്കുന്നത്. 1-2 കാര്യങ്ങൾ പറയാനുള്ള, ഞാൻ NS എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനാണ്. ഞാൻ എൻ്റെ കുട്ടികളോടും പറയുന്ന ഒരു കാര്യമാണ് സിലബസ്. നമ്മൾ വളരെ മനോഹരമായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന സിലബസുകളാണ് നമ്മുടെ. ഓരോ സെമസ്റ്റർ തുടങ്ങുന്നതിന് മുമ്പും ഈ സിലബസിന്റെ ഒരു കോപ്പി പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ പഠിക്കുന്ന സ്ഥലത്ത്, അത് ടേബിളാവാം, കട്ടിലാവാം, നിലത്താവാം, എവിടെ ആവാം, അതിൻ്റെ അടുത്ത് വെക്കുക. അധ്യാപകർ പഠിപ്പിക്കുന്നത് എവിടെയാണ് ആ സിലബസിൽ നിന്ന് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. മറ്റൊരു കാര്യം, നമ്മുടെ ഇന്ത്യയിലെ ഒരു പൊതുവായ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളേജിനെ ഒരു മെട്രിക് ആക്കി കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾക്ക് നല്ല പോലെ പഠിക്കുന്ന ഒരാളാണോ മോശമായിട്ട് പഠിക്കുന്ന ഒരാളോ എന്നൊക്കെ. അതായത് മാർക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റിന് ഒരു ചെറിയൊരു പ്രാധാന്യം ഇല്ല, നല്ലൊരു പ്രാധാന്യം തന്നെ ഇവിടെ ഉണ്ട്.
അപ്പം വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ മാർക്ക് എന്നല്ലെങ്കിൽ ഗ്രേഡ് എന്ന് പറയുന്നത് ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ ത്രഷോൾഡ് വരെയുള്ളൂ, പടിവാതിൽ വരെയുള്ളൂ. അതിനുള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് മെഷർ ചെയ്യുന്നത് നിങ്ങളുടെ നോളജാണ്. അപ്പൊ ഈ നോളേജ് ഗെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നമുള്ളത്, ഇപ്പോൾ നിങ്ങൾ പഠിച്ചു വന്നിരിക്കുന്നത്, ഇപ്പോൾ വന്നിരിക്കുന്ന പഠന രീതി പറഞ്ഞാൽ +2 വരെ പഠിച്ചു വന്നിരിക്കുന്ന ഒട്ടുമിക്കവാറും സ്റ്റുഡൻസും, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്നത് ടീച്ചേഴ്സ് തന്ന നോട്ട്സ് നോക്കി പഠിക്കുക, അല്ലെങ്കിൽ ടീച്ചേഴ്സ് മുഴുവനായി ക്ലാസ്സിൽ എടുക്കുന്നത് പഠിക്കുക, ഈ ഒരു രീതിയിലാണ്. പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രിയും VC-യും എല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടുത്തെ ഒരു പഠന പ്രക്രിയ വേറെ മറ്റൊരു രീതിയിലാണ്. ഓൾറെഡി നിങ്ങളോട് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ സംസാരിച്ച പലരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. എങ്കിലും ഒന്ന് പറയുകയാണ്, സ്വയം പഠിക്കാൻ അക്കാഡമിക് സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലില്ലാതെ, അങ്ങനെയാണ് ഭൂരിഭാഗം കോളേജിലും പഠിപ്പിക്കുന്നത്, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്നത്. ചില സ്ഥലത്ത് നോട്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ അതൊന്നും അത്ര നല്ല കാര്യമായിട്ട് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് ഒരു പുതിയൊരു സബ്ജക്ട് കിട്ടിയാൽ, ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിലും മറ്റു ഡാറ്റാ സയൻസ് ആണെങ്കിലും ഇതൊക്കെ പുതുതലമുറ കോഴ്സുകളാണ്, ഇനിയും വരും. എഞ്ചിനീയറിംഗ് കോഴ്സിൽ, എഞ്ചിനീയറിംഗ് കരിക്കുലത്തിൽ പുതിയ കോഴ്സുകൾ വരെ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്യോഗത്തിൽ പോകുന്ന സമയത്തും മറ്റ് പുതിയ കോഴ്സുകൾ പഠിക്കേണ്ടി വന്നേക്കാം. ഒറ്റയ്ക്ക് പഠിക്കാനുള്ളൊരു ശേഷി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. സെൽഫ് ലേണിംഗ് എന്ന് നേരത്തെ സംസാരിച്ചവരെല്ലാവരും സംസാരിച്ചു. സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സിലബസിന്റെ ഒരു കോപ്പി കൈയുടെ അടുത്ത് വെച്ചിട്ട് ഒറ്റയ്ക്ക് ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപാട് പഠന സഹായികൾ ഇപ്പോൾ ഉണ്ട്. ഉദാഹരണത്തിന് NPTEL-ന്റെയും സ്വയത്തിൻ്റെയൊക്കെ MOOC കോഴ്സുകൾ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനം കുറവാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ആ മെത്തേഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാം. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യമായിട്ട് എത്രയും പെട്ടെന്ന് ഇഴുകിച്ചേർന്ന് മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളിൽ വളരെ നന്നായി മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയാണ്. കൂടാതെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കണ്ണും കാതും തുറന്ന് വരികൾക്കിടയിൽ കൂടെ വായിച്ച് കൃത്യമായി അനലൈസ് ചെയ്ത് ഈ സമൂഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതും നിങ്ങളുടെ ആവശ്യമാണ്. അതും നേരത്തെ ഉള്ളവർ സംസാരിച്ചതാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ചൂഷണം എന്ന് പറഞ്ഞൊരു വാക്കാണ്. ഈ ചൂഷണം ഏത് തരത്തിൽപ്പെട്ടതാവാം, ആശയപരമാവാം, സൈദ്ധാന്തിപരമാവാം, ഇല്ലെങ്കിൽ വാർത്തകളുടെ വെച്ചുള്ള ചൂഷണമാവാം. അത്തരം ചൂഷണങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ചൂഷണങ്ങളാവാം, ശാരീരികമായ ചൂഷണങ്ങളാവാം. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് നല്ലൊരു പ്രൊഫഷണന്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്ന് പറയാൻ അറിയുക എന്നുള്ളതാണ്. പക്വതയോടുകൂടി നോ എന്ന് പറയാൻ അറിയുന്നതാണ് മികച്ചൊരു പ്രൊഫഷണന്റെ ലക്ഷണത്തിൽ പലതിലൊന്ന്. അത് ചൂഷണങ്ങൾക്കെതിരെ ജാഗരൂകമായി ഇരുന്ന് തിരിച്ചറിഞ്ഞ് നോ എന്ന് പറയാനുള്ള കരുത്താർജിക്കാനും ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ആശംസിക്കുകയാണ്. എന്തായാലും രക്ഷിതാക്കളുമായിട്ടും സഹോദരന്മാരായിട്ടും സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സ്ട്രെസ് തീരെയില്ലാത്ത പഠനം പാൽപായസമാക്കുന്ന ഒരു 4 കൊല്ലം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സർ. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാനായി സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ പ്രവീൺ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കും. The President of this session, the Honorable Vice Chancellor of KTU, Dr. Saji Gopinath sir, and the Chief Guest who was available with us, the Honorable Minister of Higher Education, and our respected syndicate members, Dr. Venugopal and Dr. Vinod Kumar Jacob, as well as Professor Lebba, Principal of CET, Dr. Xavier, and of course, the other statutory members, my colleagues, and dear students. Over the last couple of weeks, certainly, you all had about 50,000 students across Kerala had a good treat of induction. Of course, this would have helped you to set in very high goals and dreams, perhaps. But now, ultimately, when you look back, how could you attain? That's the biggest challenge everyone fosters in the mind, foster in your mind. Perhaps I just have 3 points to tell you. First one is, if you look at all the 50,000 students that spread across the state of Kerala,
all are seated on different parameters. You have some college at Trivandrum, some far off, students of different branches on different parameter scales in which you are in. First thing I would rather suggest, if I had been in you, what we experience in all these colleges, we have to shed the phobia on why we or how we are here, not why we are here, how we are here. You start fresh. You set in new goals. Maybe the students at Trivandrum CET could say, well, you are here on certain scale. That scale has to be maintained. So you have to shed what enabled you to here. You need to set in those inputs which you try to maintain this position in later years. If you look at some of the colleges, we feel bad. Because I'm a civil engineer precisely. So if my students perhaps might say, oh, why you got civil engineering? Because we got a feeble rank. No need to bother. Forget it. Entry level, we are feeble, but days are ahead, in which you can march ahead and be equal among the best. So those things are some of the things that you have to keep in mind. Minus in the get transfer. Why you have got this branch is over. Now it's a new start. So the phobia of why I'm here has to be shed. Let it be the mantra, that you keep. Next is, you belong to a set of fortunate kids where newer skills are demanding. That means from day one, you can master, which past skills are not wanted. New skills are needed. So you have the opportunity, even if you say, we have been weaker at the past, doesn't matter. You pick up what you need to for tomorrow, and you can have a fresh start from today. So that helps you to be the forerunner again. So you are at an advantage. So all the goals are there. That's the second point. So that means, you don't have, physics weak, chemistry weak, maths. Of course, that has to be patched up, but that does not limit scale, skills attain which all definitely would have got discussed over the last 3 days, last couple of weeks. To attain that, then it's a new skill. So you have to start anyway new. So you are at the square number 1 or square number 0, what you can say. So you are at an equal level now. So that also should give you adequate confidence to set in to reach the goals that you have set over this period. Last one is the resources. Fortunately, again, irrespective of the place you are, the resources that is required for you is independent of the institute, independent of the people who support you. Okay? Because it's all available online. It's all available in different modes. So you can't say that I'm at a feeble place. And if I can't say that, I happen to work in a very small college, so I can't perform. No, that reason doesn't exist at all. That reason I cannot afford to tell. I personally believe I cannot afford to tell. So I feel that, which college you are, which place you are, is immaterial on the current time. So in a way, you are fortunate. Everyone is at the same starting line to attain the same dream. Okay? All the best. Good wishes. Thank you. Thank you, sir. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ ഡോക്ടർ സേവിയർ സാറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും. Honorable Vice Chancellor of APJ ABDUL KALAM Technological University, Dr. Saji Govindan sir, Honorable Minister for Higher Education and Social Justice, Dr. R. Bindu, syndicate members of APJ ABDUL KALAM Technological University, Dr. Vinod Kumar Jacob, Dr. G. Venugopal, Professor P.O. Labba sir, Registrar APJ ABDUL KALAM Technological University, Dr. A. Praveen, Controller of Examinations, Anandha Rashmi Madam, Dr. Shailich, Dean Research, and other dignitaries on the dais of the dais. A very good afternoon to all of you. So first of all, let me wish Engineers Day to all of you. I also congratulate each of you for securing admission to engineering courses. I request you to take steps to transform yourselves from the current state of the +2 students to an engineer in 4 years' time. For this, as mentioned by the dignitaries, you have to take earnest efforts, earnest hard work to reach the goal of becoming a good engineer. Studying alone will not make you a good engineer.
an engineer is expected to create products and processes which will make human life easier. Each one of you may create innovative ideas that will be helpful to the society of Kerala as well as to the nation. Almost 50,000 engineering students are joining to the engineering colleges in each year. So you can imagine what will happen to the state of Kerala if each of you innovative or if each of you are creating an innovative product during your course of study. In becoming an engineer, essential qualities that you need are, first one is the integrity. Integrity is the most important thing any organization look for. Second one is the punctuality. If you are expected to reach at 9 o'clock for the classes, you have to be there at 9 o'clock. And the third one is the technical knowledge. Without technical knowledge in the competitive scenario, it is very difficult to get a job. And you have to, I suggest that each one of you have to practice it from today itself. Let each one of you be known for your inventions and innovative products that you develop in the years to come. Best wishes to all of you. Thank you. Thank you very much, sir. ഈ പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുവാൻ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ POJ ലബ്ബ സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കും. ഇത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ മന്ത്രി ഡോക്ടർ ബന്ധു, യോഗാധ്യക്ഷൻ ഡോക്ടർ സജി ഗോപിനാഥ്, വെൽക്കം സ്പീച്ച് നൽകിയ ഡോക്ടർ വിനോദ് കുമാർ ജേക്കബ്, ഡോക്ടർ വേണുഗോപാൽ, രജിസ്ട്രാർ പ്രവീൺ, കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സേവിയർ, മറ്റേ പ്രോഗ്രാം എല്ലാം ശരിക്ക് ഓർഗനൈസ് ചെയ്ത PRO കൂടെ ഞാൻ ഓർക്കുകയാണ്, അനീഷ രുദ്രൻ. പിന്നെ ഈ കോളേജിൽ നല്ല എഞ്ചിനീയറിംഗിന് ചേർന്ന പ്രഗത്ഭരായ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി ഞാനൊന്ന് അഭിവാദനം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു ചെറിയ കാര്യം പറയേണ്ടതുണ്ട്. സാധാരണ വോട്ടർ താങ്ക്സ് പറയുന്നവർ സംസാരിക്കാൻ പാടില്ല എന്നാണ് നിയമം. കാര്യം വോട്ടർ താങ്ക്സ് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകണം. എങ്കിലും ഇത്ര നല്ലൊരു സദസ്സ് കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് വേറെ ഒന്നുമില്ല, എന്നെപ്പറ്റിയാണ്. ഞാൻ ഈ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥിയാണ്. പക്ഷെ അന്നത്തെ കാലവും അതിൽ ഒരു വ്യത്യാസം നിങ്ങളിൽ നിന്ന് മാറ്റമുള്ളത്, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുമ്പോൾ കേരളത്തിൽ 100 സ്റ്റുഡൻസിന് മാത്രമേ അഡ്മിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഒരുപാട് വയസ്സായെന്ന് നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാം. എങ്കിലും അന്ന് ഒരു കോളേജ് മാത്രമേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ കോളേജായിരുന്നു, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അപ്പം അവിടെ ആ കോളേജിൽ പഠിക്കാൻ ഒരു അവസരം അന്ന് കിട്ടി. ഞങ്ങൾ 100-1 ഞാൻ അന്ന് 3 ബ്രാഞ്ചസ് ഉണ്ടായിരുന്നുള്ളൂ. സിവിൽ എഞ്ചിനീയറിംഗ് 50 പേര്, ഇലക്ട്രിക്കൽ 25, മെക്കാനിക്കൽ 25. ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഓപ്റ്റ് ചെയ്തത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു എനിക്ക് ആദ്യം കിട്ടിയത്. പക്ഷേ എങ്കിലും എൻ്റെ വീട്ടുകാർ പറഞ്ഞ് കേരളത്തിൽ ജോലി കിട്ടണമെങ്കിൽ ഇലക്ട്രിക്കൽ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ ഇലക്ട്രിക്കൽ അതിൽ എനിക്ക് ഒട്ടും നഷ്ടബോധമില്ല. അപ്പം അങ്ങനെ 100-1 പഠിച്ചപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഫെസിലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. ക്ലാസ് റൂമിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ക്ലാസ് റൂമിൽ ഫാൻ പോലും എല്ലാ ക്ലാസ് റൂമിലും ഫാൻ പോലും ഇല്ല. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണുള്ളത്. ഞാൻ നിങ്ങളെ നിങ്ങളെ പറ്റി അസൂയ പറയാം. ഇന്ന് ഒന്നുകൂടി പഠിക്കാൻ ഒരു പാട്ടുണ്ടായല്ലോ, ഒരു വട്ടം കൂടി വന്നെങ്കിൽ, അതുപോലെ ഒന്നുകൂടി പഠിക്കാനൊരു അവസരം കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകണം. അത്രമാത്രം ഫെസിലിറ്റീസും ടീച്ചിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സും യൂണിവേഴ്സിറ്റിയും എല്ലാ ഫെസിലിറ്റീസും അന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു ഭാഗമായിരുന്നു നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ്. അന്ന് എനിക്കൊക്കെ കിട്ടിയ ഡിഗ്രി BSc എഞ്ചിനീയറിംഗ് എന്നാണ്. അന്ന് പിന്നീടാണ് അത് BTech ആയിട്ട് മാറിയത്. അത് ഇത്രയും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ കോളേജിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് ആ ഓർമ്മ വന്നുകൊണ്ട് മാത്രം പറയുകയാണ്. ഇവിടുത്തെ പ്രിൻസിപ്പളിനെ ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. ആ പ്രിൻസിപ്പൾ അന്ന് ജനിച്ചോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും പക്ഷെ ആ പ്രിൻസിപ്പളിൻ്റെ പുറത്തും എനിക്കൊരു ചെറിയൊരു അധികാരമുണ്ട്. അത് വേറെ ഒന്നുമില്ല, പ്രിൻസിപ്പൾ BTech പാസ്സായത് ഞാൻ വർക്ക് ചെയ്തിരുന്ന കോളേജിൽ നിന്നാണ്. അതാണ് പ്രിൻസിപ്പളിനെ പറ്റി പറയാൻ. പിന്നെ പ്രിൻസിപ്പളിനെ പറ്റി എടുത്തു പറയാൻ കാര്യം, നിങ്ങൾ 4 വർഷം
സംരക്ഷിക്കേണ്ട ചുമതല പ്രിൻസിപ്പലിനാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. പക്ഷേ അടുത്ത വർഷം നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ സംരക്ഷിക്കേണ്ട ജോലിയും പ്രിൻസിപ്പലിനാണ്. നിങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആരാകുമെന്നുള്ളത് എങ്കിലും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അമ്മാതിരി റാങ്കിങ്ങിനെ പറ്റി നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ആരും അതിനകത്തൊന്നും ഇടപെടരുത് എന്ന് ഞാനൊരു ആമുഖമായി പറയാണ്. പിന്നെ എഞ്ചിനീയറിംഗ് പ്രൊഫഷനെ പറ്റി നിങ്ങൾ വന്ന ഏറ്റവും മിടുക്കുള്ള കുട്ടികളാണ് ഈ എഞ്ചിനീയറിംഗിൽ സാധാരണ വരിക. വിശേഷിച്ചും ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദ ക്രീം ഓഫ് ദി സ്റ്റുഡൻസ് സൊസൈറ്റിയാണ് നിങ്ങൾക്ക്. അങ്ങനെയുള്ള നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്ന ഒരു ചടങ്ങ് മാത്രമാണ്. ഇല്ലെങ്കിലും നിങ്ങൾ വലുതാകും. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുകയാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് തന്നെയല്ല, ഈ മീറ്റിങ്ങിൽ ഓൺലൈനായിട്ട് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ഒരു നല്ല എഞ്ചിനീയറിംഗ് ലൈഫ് ഞാൻ നേരുകയാണ്. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇന്ത്യയിൽ 100-1 വെച്ചാൽ ഒരു എത്ര പേർക്ക് കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ അവസരമുണ്ട് നിങ്ങൾ ഓർക്കണം. എത്ര ശതമാനം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? വളരെ കുറവ് മാത്രം. അതിൽ എത്ര കുറവാണ് പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കാനുള്ള അവസരം? ഏതാണ്ട് 0.1% ആളുകൾക്ക് മാത്രമേ പ്രൊഫഷണൽ കോളേജുകൾക്ക്, അത് എഞ്ചിനീയറിംഗ്, മെഡിസിൻ, മറ്റെല്ലാ കാര്യങ്ങൾക്കും സാധ്യതയുള്ളൂ. അതുകൊണ്ട് അതിൽ ആ പൊസിഷൻ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമെന്നാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പം ആ ഭാഗ്യം കിട്ടിയതിന് ഞാൻ അനുമോദിക്കുന്നു. നിങ്ങളുടെ രക്ഷകർത്താക്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. കാര്യം ഇത്രയും എൻട്രൻസ് ടെസ്റ്റൊക്കെ എഴുതി നല്ല ഉയർന്ന റാങ്ക് കിട്ടിയവരാണ് മിക്കവാറും വിശേഷിച്ചും എഞ്ചിനീയറിംഗ് വരുന്നത്, വിശേഷിച്ചും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ വരുന്നതെന്ന് അറിയാം. പിന്നീട് എനിക്ക് നിങ്ങളോട് ഉപദേശം പറയാനില്ല. കാര്യം നിങ്ങൾ ഒരാഴ്ച കൊണ്ട് ഉപദേശം കേട്ട് ക്ഷീണിച്ച് ഇരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഇൻഡക്ഷൻ തുടങ്ങുമ്പോൾ തൊട്ട് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഓർക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഞാൻ ആവർത്തിക്കുന്നില്ല. എങ്കിലും നിങ്ങളുടെ പോലെ നിങ്ങളുടെ ഒരു സ്മൈലിംഗ് ഫേസസ് നിങ്ങളെ കാണാനുള്ള ഒരു സന്ദർഭം തന്നത് യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഭിമാനം കൊള്ളാം. എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ടാവും. നിർദ്ദേശങ്ങൾ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പ്, അതുപോലെ ഇന്നോവേറ്റീവ് പ്രോഗ്രാംസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ ബാൻഡിക്കൂട്ടിൻ്റെ ഒരു ചില കുട്ടികളുടെ ചില പ്രോജക്ട്സിനെ പറ്റി നേരത്തെ സൂചിപ്പിച്ചു. ആ പ്രോജക്റ്റുകളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളിൽ ഇപ്പോൾ ആശയം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതാണ് ഇപ്പോഴത്തെ സ്വത്ത്. മുമ്പൊക്കെ നമ്മൾ സ്വത്തെന്ന് പറയുന്നത് ഒന്ന് കെട്ടിടവും ഭൂമിയും, അല്ലെ റോൾസ് റോയ്സ് കാറും ഒക്കെയാണ് സ്വത്തെന്ന് പറയുന്നത്. ഇന്ന് സ്വത്തെന്ന് പറയുന്നത് നിങ്ങളുടെ അറിവാണ്. ദാറ്റ് ഈസ് വെൽത്ത്. നോളജ് ഇസ് വെൽത്ത്. അപ്പം അത് മാത്രം നിങ്ങൾ ഓർക്കുക. പിന്നെ ഞാൻ നീട്ടുന്നില്ല. എൻ്റെ ജോലിയെ മറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ പറയുകയാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു വാചകം നിങ്ങൾ ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു വാചകം ഞാൻ പറഞ്ഞുതരാൻ പോവുകയാണ്. ദാറ്റ് യു ഷുഡ് റിമെമ്പർ ഫോർ എവർ. വേറൊന്നുമല്ല, നിങ്ങൾ എഞ്ചിനീയറിംഗ് വെച്ചാൽ പ്രൊസഷനാണ്. പല കാര്യങ്ങളിലും പെർഫെക്ഷൻ നിങ്ങൾക്ക് വേണം. ഇപ്പം തന്നെ പല പ്രോജക്ട്സ് ഒക്കെ നടക്കണമെങ്കിൽ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം. ഇപ്പം തന്നെ ഈ ചന്ദ്രയാനും അതുപോലെ പല പ്രോജക്ട്സൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്, അതെല്ലാം പ്രിസിഷനും പെർഫെക്ഷനും. അപ്പം ഇന്ന് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറയുന്ന വാചകം ഇതാണ്: പെർഫെക്ഷൻ ഈസ് എ സ്മാൾ തിങ്. നോ, പെർഫെക്ഷൻ ഈസ് നോട്ട് എ സ്മാൾ തിങ്, ബട്ട് സിമ്പിൾ തിങ്സ് മേക്ക് പെർഫെക്ഷൻ. ഓർത്തുക, സിമ്പിൾ തിങ്സ് മേക്ക് പെർഫെക്ഷൻ, ബട്ട് പെർഫെക്ഷൻ ഈസ് നോട്ട് എ സ്മാൾ തിങ്. മനസ്സിലായല്ലോ? എല്ലാവരും ഓർത്തിരിക്കണം. ഇനി ഞാൻ എൻ്റെ ചടങ്ങിലേക്ക് കിടക്കട്ടെ. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ആയിരുന്നു അധ്യക്ഷൻ. അദ്ദേഹത്തിനെ പറ്റി എനിക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളുടെ ഒരു ഭാഗ്യമെന്ന് ഞാൻ പറയുകയാണ്. അദ്ദേഹം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്നു. പക്ഷേ കുറച്ച് നാളത്തേക്കെങ്കിലും KTUവിലേക്ക് വന്നത് KTUവിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്, നിങ്ങളുടെയും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി നിങ്ങളുടെ എല്ലാം പേരിൽ നന്ദി പറയുകയാണ്. ഡോക്ടർ ബിന്ദു, ഓഫ് കോഴ്സ് ഷീ ലെഫ്റ്റ് ദ പ്ലേസ്. പിന്നെ പറയാനുള്ളത് ഡോക്ടർ വിനോദ് കുമാർ ജേക്കബ്, പിന്നെ നമ്മുടെ വേണുഗോപാൽ, 2 ടീച്ചിങ് ഫാക്കൽറ്റി ഇതാണ്, ടീച്ചേഴ്സാണ്. വെറും ടീച്ചേഴ്സ് അല്ല, ദേ ആർ ബ്രില്യൻറ്റ് ടീച്ചേഴ്സ്. അതുകൊണ്ട് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദേ ആർ റിയലി ബ്രില്യൻറ്റ്. പിന്നെ നിങ്ങളെ ഉപദ്രവിക്കാൻ പറ്റിയ ഒരാളാണ് ഡോക്ടർ പ്രവീൺ, രജിസ്ട്രാർ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിക്കാം. കഴിയുന്നത് ഓൺലൈനായിട്ടേ സമീപിക്കാവൂ, നേരിട്ട് പോയി അദ്ദേഹത്തെ കാണരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഡോക്ടർ പ്രവീണിനെയും ഞാൻ എൻ്റെ നന്ദി നിങ്ങൾക്ക് വേണ്ടി അറിയിക്കുകയാണ്. വേറെ
പിന്നെ പ്രിൻസിപ്പലിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പ്രിൻസിപ്പലിനോട് എനിക്ക് സന്തോഷവും ചില സമയത്ത് സിമ്പതിയുമുണ്ട്. കാര്യം ഞാനൊരു കോളേജിൽ പ്രിൻസിപ്പലായിട്ടിരുന്ന ആളാണ്. എനിക്കറിയാം ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യുന്നതും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. ആ പ്രിൻസിപ്പലിനെ ഞാൻ പിന്നെ വരട്ടുന്നില്ല എങ്കിലും അനുമോദിക്കുകയാണ് ഡോക്ടർ സേവ്യർ. പിന്നെ ഈ പ്രോഗ്രാം എല്ലാം ഭംഗിയായി ഓർഗനൈസ് ചെയ്ത നമ്മുടെ KTUവിൻ്റെ സ്റ്റാഫാണ്. അവരെയും PRO അനീഷ രുദ്രാണി അവരെ പ്രത്യേകമായിട്ട് എടുത്തു വരേണ്ട ഒരു വ്യക്തിയാണ്. കാര്യം ഷി ഹാസ് ഡൺ എവറിഥിങ് ഇൻ എ വെരി നൈസ് മാനർ. പിന്നെ കേരള KTUവിൻ്റെ മറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സ് ഇവിടെ പ്രസന്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ലെന്ന് മാത്രം. സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവർ പരിഹാരം തരും എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും പരിഹാരം തരുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാര്യം ഒരു യൂണിവേഴ്സിറ്റിക്ക് പല പരിമിതികളുണ്ട്. നിങ്ങൾ ഇത്രായിരം സ്റ്റുഡൻസ് ഉള്ളപ്പോൾ അവരുടെ ഓരോരുത്തർ എൻ്റെ റിസൾട്ട് വന്നില്ല, ആ റിസൾട്ട് വന്നില്ല എന്നൊക്കെ വന്ന് പരാതികൾ പറയുമായിരിക്കും. ചില പരാതികൾ ചിലപ്പോൾ അൺഅറ്റൻഡഡ് ആയിട്ട് പോയെന്ന് വരാം. എങ്കിലും അവരോട് നിങ്ങൾ കോപിക്കരുത്. കാര്യം അത്രമാത്രം വർക്കുലോഡ് ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. എങ്കിലും നിങ്ങൾക്കെല്ലാവരും നല്ല ഭാവി നേരുന്നു. പിന്നെ എഞ്ചിനീയേഴ്സ് ഡേയെ പറ്റി നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു, അതിൽ ഞാൻ പറയുന്നില്ല. പിന്നെ എങ്കിലും നിങ്ങളെ കാണാൻ സാധിച്ചതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഈ ചടങ്ങിൽ ഓൺലൈനായും ഓഫ്ലൈനായും പങ്കെടുത്ത ഏവർക്കും നിസീമമായ നന്ദി അറിയിച്ചുകൊണ്ട് ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ ഈ സമാപന ചടങ്ങുകൾ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. വിദ്യാർത്ഥികൾ ഇവിടെ തന്നെ തുടരേണ്ടതാണ്.